ഡോൾഫിൻ ചുഴലിക്കാറ്റ് ചൈനയുടെ കിഴക്കൻ തീരം തൊട്ടതോടെ വൻ നാശനഷ്ടവും പ്രതിസന്ധിയും തുടരുകയാണ്. വരും ദിവസങ്ങളിൽ 200 മുതൽ 400 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ വീണ്ടും മഴ സജീവമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിശക്തമായ ഡോൾഫിൻ ചുഴലിക്കാറ്റ് ചൈനയുടെ കിഴക്കൻ തീരം തൊട്ടതോടെ വൻ നാശനഷ്ടവും പ്രതിസന്ധിയും തുടരുകയാണ്. ചൈനയ്ക്ക് പുറമെ തായ്വാനിലും ജപ്പാനിലെ ഒക്കനാവ ദ്വീപുകളിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ 4.5 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. മണിക്കൂറിൽ 162 കിലോമീറ്റർ വേഗതയിൽ രൂപപ്പെട്ട ചുഴലി കനത്ത മഴയും പ്രകൃതി ദുരന്തങ്ങളും വിതച്ചാണ് മുന്നേറിയത്. സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തിങ്കളാഴ്ച രാവിലെയോടെ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞ് ട്രോപ്പിക്കൽ സ്റ്റോമായി മാറിയിട്ടുണ്ട്. എന്നാലും ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ 200 മുതൽ 400 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഡോൾഫിൻ ചുഴലി ചില സമയങ്ങളിൽ 216 കിലോമീറ്റർ വരെ ഉയർന്ന വേഗത കൈവരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചുഴലിക്കാറ്റിനെ തുടർന്ന് മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. ഷാങ്ഹായിൽ നിന്ന് മാത്രം 1400-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആകെ ഷെഡ്യൂൾ ചെയ്ത സർവീസുകളുടെ 70%മാണിത്. തായ്വാനിലും 100-ലധികം സർവീസുകൾ മുടങ്ങി. ഫെറി സർവീസുകളും പൂർണ്ണമായും നിർത്തിവെച്ചു. ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിസ്നിലാൻഡ്, ലെഗോലാൻഡ് തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു. ഫിലിപ്പൈൻസിൽ മണ്ണിടിഞ്ഞ് 15 പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളിൽ ലഭിച്ചിരുന്ന വ്യാപകമായ മഴ കുറഞ്ഞെങ്കിലും കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒഡീഷയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദം മധ്യപ്രദേശിന് മുകളിൽ എത്തിയിട്ടുണ്ട്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഈ മാസം 13-ന് ഇത് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 14, 15 തീയതികളിൽ കേരളത്തിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.